കർത്താവിൻ്റെ കരുതലും സ്നേഹവും അത്യന്തമാകുന്ന ശക്തിയും നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വളരെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുകൂടെയുമാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സന്ദേശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവിടുത്തെ അത്യന്തമാകുന്ന ശക്തി കൊണ്ട് നിങ്ങളെ മൂടുവാൻ എൻ്റെ ദൈവത്തിന് അതിയായ ആഗ്രഹമുണ്ട്. പൈശാചിക ശക്തികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും തകർച്ചയ്ക്ക് അടിമപ്പെടുകയും ചെയ്യുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ രൂപത്തിൽ വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തി ശ്വാസമായി വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തി കാറ്റായി വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തി ജീവനായി വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തി ശബ്ദമായി വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ ശക്തി ചൂടായി വെളിപ്പെടുന്നു, അനുഭവങ്ങളായി വെളിപ്പെടുന്നു. വ്യത്യസ്ത തലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയെ ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ആ ശക്തിയിൽ ഒരു നവീകരണം പകരപ്പെടുന്നതിൻ്റെ മേലുണ്ടാകണം. മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് താങ്കളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുമെന്ന് പറയാം. ഒരു വ്യക്തിക്ക് മാറ്റം കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക്, ദൈവത്തിങ്കിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിക്ക് കഴിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ചിന്തയ്ക്കാണോ മാറ്റം വരേണ്ടത്? വികാരങ്ങൾക്കാണോ മാറ്റം വരേണ്ടത്? സ്വഭാവത്തിനാണോ മാറ്റം വരേണ്ടത്? സാഹചര്യങ്ങൾക്കാണോ മാറ്റം വരേണ്ടത്? എന്തിനാണോ മാറ്റം വരേണ്ടത്? അതിന് മാറ്റം കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ശക്തിക്ക് കഴിയും. വചനം കൂടാതെ അവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. വചനം കൂടാതെ ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല. ഇന്നും അവിടുന്ന് തൻ്റെ വചനത്തെ അയച്ച് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിലവിലുള്ളതിൽ നിന്ന് മാറ്റം വരേണ്ടതും ഇപ്പോൾ പുതിയതായി ഉളവായി വരേണ്ടതുമായതിനെ അവിടുത്തെ ശക്തിയാൽ ഉളവാക്കുന്നവൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ മാത്രം, കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, സ്വരം ഉയർത്തിയോ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാനുള്ള അനുവാദമുണ്ട്. പൗലോസ്ലീഹ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്കിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു: ജ്ഞാനം സംബന്ധിച്ച്, വിദ്യാഭ്യാസം സംബന്ധിച്ച് ഭയങ്കര ഹയർ ലെവലായിരുന്നു, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു പൗലോസ്ലീഹ. വിദ്യാഭ്യാസം കൊണ്ട് ഭയങ്കരമായിട്ട് ഒരു പണ്ഡിതനായിരുന്നു പൗലോസ്. ഒരു പണ്ഡിതനായിരുന്നു, ഒരു അറിവ്, വിദ്യാബഹുത്വം കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. അത് ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരിക്കൽ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഒരാൾ പറഞ്ഞത്, പൗലോസെ, നിനക്ക് വിദ്യാബഹുത്വം കൊണ്ട് നിനക്ക് വട്ടുപിടിച്ചു, ഭ്രാന്തായോ? പൗലോസ് പറഞ്ഞത്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഭ്രാന്തൊന്നുമല്ല, ഞാൻ ഈ പറയുന്നത് ആത്മാവിൻ്റെ വാക്കുകളാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. വിവിധ ഡിഗ്രികൾ ഉണ്ടെങ്കിൽ ലൈഫ് സെക്യൂറായി, സെറ്റിലായി എന്ന് ഞാൻ കരുതുന്നില്ല. ജ്ഞാനം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തിനോടൊന്നിനോടുകൂടെയും ദൈവത്തിൻ്റെ ശക്തിയുടെ കലർപ്പില്ലാത്തടത്തോളം കാലം ഏതൊരു മനുഷ്യൻ എന്തുണ്ടെങ്കിലും അതെല്ലാം അപൂർണമാണ് എന്ന് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പൗലോസിനെ സംബന്ധിച്ച് ഗമാലിയേലിൻ്റെ കാൽ കീഴിൽ ഇരുന്നെല്ലാം പഠിച്ചു. പക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്പോഴും വലിയ ഒരു അളവ് വരെയും തൻ്റെ ലൈഫ് ഒരു ശൂന്യാവസ്ഥ അല്ലെങ്കിൽ ഒരു അപൂർണാവസ്ഥയിൽ നിൽക്കുന്ന ഒരു തലം, ഒരു കാലഘട്ടം വരെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അത്യന്ത ശക്തിയെ തൻ്റെ ജീവിതത്തിലേക്ക് പിതാവ് പകർന്നപ്പോൾ, അല്ലെങ്കിൽ യേശുവിന് അത് തൻ്റെ മേൽ പകരാൻ തോന്നിയപ്പോൾ, പൗലോസിനെ സന്ദർശിക്കാൻ തോന്നിയപ്പോൾ, തൊടാൻ തോന്നിയപ്പോൾ, നിറയ്ക്കാൻ തോന്നിയപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം
അവിശ്വസനീയവും അതിശയകരവുമാണ്. താങ്കളെ തൊടാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പദ്ധതിയുണ്ട്. നിങ്ങളെ നിറയ്ക്കാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് ഇഷ്ടമുണ്ട്. എല്ലാമായി, അല്ലെങ്കിൽ ഇതും കൂടെ ഒന്നായാൽ എല്ലാമായി എന്ന് നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അളവിൽ താഴെയാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന ദൈവശക്തിയുടെ അളവിൽ താഴെയാണ് നിങ്ങളുടെ മേലുള്ള ദൈവശക്തിയെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും നിങ്ങൾ അപൂർണമാണ്. എന്നാൽ ദൈവശക്തി കൊണ്ട് നിങ്ങൾ ഇന്ന് നിറയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായിത്തീരും. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ദൈവത്തിൻ്റെ നിക്ഷേപം. നിങ്ങളുടെ വായി തുറന്ന് നിങ്ങൾക്ക് ആ വാക്കൊന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിൻ്റെ നിക്ഷേപം. ദൈവത്തിൻ്റെ നിക്ഷേപം. നിക്ഷേപമുള്ള ഒരു വ്യക്തി ദരിദ്രനാണ് എന്ന വാക്കിന് അർത്ഥമില്ല. നിക്ഷേപമുള്ള ഒരു വ്യക്തി ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല. നിക്ഷേപമുള്ള വ്യക്തി എനിക്കൊന്നുമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാപത്തിന്റെ അതിര് കടന്ന വ്യാപാരം നടക്കുന്ന സ്ഥലമാണ് കൊരിന്ത്. കൂടുതൽ മുമ്പോട്ട് ഞാൻ പറയുന്നില്ല. ലൗകിക പാപങ്ങളും സാമ്പത്തികമാകുന്ന പാപങ്ങളും മറ്റെല്ലാ തരത്തിലുള്ള പാപങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കൊരിന്ത് പട്ടണത്തിലേക്ക് നോക്കി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തോട് പൗലോസ് സംസാരിക്കുമ്പോൾ പൗലോസിനെക്കുറിച്ചും തൻ്റെ കൂട്ടാളികളെക്കുറിച്ചും ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന താങ്കളോടും എന്നോടും ആഗോള വ്യാപകമായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തോടും, ഈ ലൈവിലോ ഈ ലൈവിന് ശേഷമോ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗത്തോടെയും നിറവോടുകൂടെയും അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ഒരു സത്യം ഇതാണ്: നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു നിക്ഷേപം നിക്ഷേപിച്ചു കഴിഞ്ഞു. ഓ മൈറ്റി ഫാദർ, ദിസ് ഇസ് എ റെവലേഷൻ. ഒരു നിക്ഷേപം ഉണ്ട്. എന്നെ കാണുന്ന മാന്യ സുഹൃത്തെ, ഞാൻ ദരിദ്രനാണെന്നും എനിക്കൊന്നുമില്ലെന്നും ഞാൻ തകരാറായെന്നും നശിച്ചുപോയെന്നും എല്ലാം കാൽക്കീഴിലെ മണ്ണുവരെയും ചോർന്നു പോയെന്നും കൈവിട്ടു പോയി എന്നും ഒക്കെ ചിന്തിച്ച്, അങ്ങനെ വിശ്വസിച്ച് എല്ലാം അങ്ങനെയാണ് എന്ന് കരുതിയിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളിലേക്ക്, ഹൃദയത്തിനകത്തേക്ക്, ലിസൺ മീ, ഹൃദയത്തിനകത്തേക്ക്, ഞാൻ ചെവിയിലേക്കല്ല തരുന്നത് ഈ വചനം, ബുദ്ധിയിലേക്കല്ല തരുന്നത് ഈ വചനം. പൗലോസും ചെവിയെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും അല്ല പറയുന്നത്. പിന്നെയോ ഹൃദയം പ്രകാശിക്കണം, ഹൃദയം പ്രകാശിക്കണം, ഹൃദയം പ്രകാശിക്കണമെന്ന് 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് ഈ ദൂത് പറയുകയാണ്. ഞാനും ഈ ദൂത് അങ്ങനെ തന്നെ നിങ്ങളുടെ ഹൃദയം പ്രകാശിക്കട്ടെ, ഹൃദയത്തിലേക്ക് ഞാൻ ഈ ദൂത് തരികയാണ്. നമ്മോട് പറയുകയാണ്, എല്ലാം തകർന്നു പോയി എന്ന് പറയുന്നവനെ, കൈവിട്ടു പോയി എന്ന് പറയുന്നവനെ, ഇനി പ്രതീക്ഷയില്ല എന്ന് പറയുന്നവനെ, നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഈ ദൂത് കയറട്ടെ. നിനക്ക് ഒരു നിക്ഷേപം
സ്വർഗീയമായി നിക്ഷേപിച്ചു കഴിഞ്ഞു. ഓ മൈറ്റി ഫാദർ. ഈ നിക്ഷേപം ശരീരത്തിൽ കാണാൻ പറ്റുമോ? പറ്റുകയില്ല. ഈ നിക്ഷേപം കണ്ണി കാണാൻ പറ്റുമോ? പറ്റുകയില്ല. ഈ നിക്ഷേപം ഹെയറിൽ കാണാൻ പറ്റുമോ? പറ്റുകയില്ല. ഈ നിക്ഷേപം എവിടെ കാണാൻ പറ്റും? നിന്റെ ക്യാരക്ടറിൽ കാണാൻ പറ്റും. ഈ നിക്ഷേപം എവിടെ കാണാൻ പറ്റും? ക്യാരക്ടറിൽ കാണാൻ പറ്റും. അക്കൗണ്ടിൽ കോടിക്കണക്കിന് പൈസയുള്ള വ്യക്തികൾ 30 രൂപയുടെ തോർത്ത് നമുക്ക് മേടിച്ചു കൊടുക്കാൻ തോന്നും കണ്ടാൽ. ആ രീതി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അയാളെ കണ്ടിട്ട് അറിയാൻ പറ്റും ഇയാളെ പേരിൽ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ കിടക്കുവാണെന്ന് അറിയാൻ പറ്റും. എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ. കട്ടുന്ന കാശ് മുഴുവൻ പെൻഷൻ കാശാണെങ്കിലും, പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ കാശാണെങ്കിലും, പറമ്പ് വിറ്റ കാശാണെങ്കിലും, റബ്ബർ പാല് വിറ്റ കാശാണെങ്കിലും എല്ലാം കൊണ്ട് നേരെ ബാങ്കിൽ നിക്ഷേപിച്ച് 10 വർഷമായി തോർത്ത് മേടിച്ചിട്ടെങ്കിൽ ഇന്ന് ഈ 10ാമത്തെ വർഷം ആ തോർത്ത് തന്നെ അലക്കി കരപ്പനടിച്ച് വീണ്ടും തോളത്തിട്ടോണ്ട് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒരു ലുങ്കി നല്ലത് മേടിക്കുകയല്ല, ഒരു നല്ല ഭക്ഷണം മേടിക്കുകയല്ല, ചന്തയിൽ ചെന്നാൽ ഏറ്റവും ചെറിയ മീൻ നോക്കി മേടിച്ചുകൊണ്ട് വരും. വീട്ടിൽ നിന്ന് പറയും ഇന്നെങ്കിലും ഒന്ന് മാറ്റാൻ പാടില്ലേ, വേറൊരെണ്ണം കറക്കി കിട്ടിയില്ലേ, ഇത് മതി. വയറിന് നല്ല ഭക്ഷണം കൊടുക്കാത്ത, മക്കൾക്ക് നല്ലത് മേടിച്ചു കൊടുക്കാത്ത, സ്വന്തമായിട്ട് നല്ലത് കഴിക്കാത്ത, സ്വന്തമായിട്ടൊരു നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാത്ത, ഒരു നല്ല ചെരുപ്പ് മേടിച്ചിടാത്ത. എന്നും വേണം നല്ല കേട്ടോ പാസ്റ്റർ പറയുന്നത്. എന്നും നല്ല ചെരുപ്പ് മേടിക്കരുത്, അത് ദൂർത്തെന്ന് പറയും. എന്നും നല്ല വസ്ത്രം, എപ്പോഴും നല്ല വസ്ത്രം മീൻസ് വീക്ക്ലി പോയി പുതിയത് മേടിക്കരുത്. ഉണ്ടായിട്ടും മേടിക്കരുത്, അത് ദൂർത്തെന്ന് പറയും. ഞാൻ വചനവും അങ്ങനെ തന്നെ പറയും, ദൂർത്ത്. പ്രൈസ് ടു ജീസസ്. നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കാത്ത, സ്വന്തമായിട്ട് മേടിച്ചിടാത്ത, സ്വന്തം ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. നിക്ഷേപം എവിടെ കിടക്കുക? ബാങ്കിൽ കിടക്കുക. പക്ഷെ ജീവിതമോ ഇതിനേക്കാൾ നന്നായിട്ട് ധർമ്മക്കാർ ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് ജന്മത്ത് അങ്ങനെയുള്ള ആൾക്കാർ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന നോക്കിയേ, അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ശരിയായിട്ടൊന്ന് ഉപദേശിക്കണം. എന്നിട്ട് ഏറ്റവും നല്ല സമ്പന്നനായ മനുഷ്യൻ മുഴുവൻ നിക്ഷേപവും ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അതൊന്നും ആർക്കും പ്രയോജനപ്പെടാതെ അയാൾ ഒരു മഹാദരിദ്രനായി മരിച്ചു മണ്ണടിഞ്ഞു പോകുന്ന അവസ്ഥകൾ പറ്റിയവർക്ക് എനിക്കറിയാം. അങ്ങനെ പറ്റിയ അവസ്ഥകൾ എനിക്കറിയാം. പ്രൈസ് ടു ജീസസ്. എന്നാൽ ഇവിടെ പറയുന്ന സമ്പത്ത്, നിക്ഷേപം, പൗലോസ്ലീഹ പറയുന്ന നിക്ഷേപം സ്വർഗീയ നിക്ഷേപമാണ്. മൈറ്റി ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എല്ലാം ഉണ്ടായിട്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ദരിദ്രനെ പോലെ ജീവിക്കേണ്ടി വരുന്നത് മഹാഭൂതം ആ വ്യക്തിയുടെ മേലുള്ളതും കൂടെ കൊണ്ടാണ്. ആ ഭൂതത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ ഈ നിക്ഷേപം ഇവിടെ സൂക്ഷിക്കണം, ബാങ്കിൽ കൊണ്ടിട്ടാൻ പറ്റത്തില്ല. ക്ലിയർ? ഒന്നുകൂടെ പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ റബ്ബർ പാല് വിറ്റ കാശും, വസ്തു വിറ്റ കാശും, പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ കാശും, പെൻഷൻ കിട്ടുന്ന കാശും എല്ലാം കൂടെ കൊണ്ട് കൂട്ടിയിട്ട് അവിടെ പെരുകി കണ്ട് കണ്ണിന് സുഖം, മനസ്സിന് ആശ്വാസം എന്നുള്ള രീതിയിൽ പുറത്തിറങ്ങിയാൽ 10 രൂപ കൊടുത്ത് നാരങ്ങ വെള്ളം പോലും മേടിച്ചു കുടിക്കാതെ വീട്ടിൽ വന്ന് പച്ചവെള്ളം പിടിച്ചു കുടിക്കുന്ന അമ്മമാരുണ്ടെങ്കിലും അപ്പാപ്പന്മാരുണ്ടെങ്കിലും അത് സമ്പാദ്യശീലമല്ല, ഭൂതത്തെ വെച്ച് വാഴിക്കുന്ന ഒരു ശീലമാണ്. അതിനെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അവസ്ഥ എന്ന് പറയും. പിശുക്ക് അതൊരു ഭൂതമാണ്, അതൊരു ബാധയാണ്. ആ ബാധയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അവരുടെ മനസ്സൊക്കെ ഭയങ്കര സങ്കുചിതമായ മനസ്സാണ് കേട്ടോ. അതൊരു ഡെലിവറൻസിന്റെ ഒരു ഘട്ടത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വിടുതലാണ് അവർക്ക്. ഈ നിക്ഷേപം നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ഈ പറയുന്ന സങ്കുചിത ഹൃദയത്തിനകത്തുനിന്ന് പുറത്തു വരണം. സങ്കീർണമായ ഒരു ഹൃദയത്തിനകത്തുനിന്ന് പുറത്തു വരണം. ഹൃദയത്തിനകത്താണ് ദൈവത്തിന്റെ ശക്തി വസിക്കുന്നത്. ക്ലിയർ? ഈ ഹൃദയത്തിനകത്ത് കുറെ വേണ്ടാത്ത സ്റ്റഫ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും അക്കൗണ്ട് ബാലൻസിനെ കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെക്കുറിച്ചും മക്കളെക്കുറിച്ചുള്ള ടെൻഷനെക്കുറിച്ചും സ്വന്തം ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഭാവിയിൽ വസ്തു വാങ്ങുന്നതിനെ കുറിച്ചും ഇന്നത്തെ വിനിമയ നിരക്കിനെ കുറിച്ചൊക്കെ നിറച്ചോണ്ടിരിക്കുന്ന ഹൃദയം, കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും ഒക്കെ നിറച്ചോണ്ടിരിക്കുന്ന ഹൃദയത്തിനകത്ത് അതേ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ സ്വർഗീയമായതിനെ മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ
സ്വർഗത്തിൽ നിന്നുമുള്ള നിക്ഷേപം സ്വീകരിക്കണമെങ്കിൽ ഈ സ്ഥലം ഒന്ന് ഫ്രീ ആയിരിക്കണം. കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് അറിയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് മാത്രമായി പോകരുത്. സമ്പാദ്യം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് മാത്രമായി പോകരുത്. സമ്പാദ്യം കഴിയുമെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിയുമെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ വേണ്ടെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, നിങ്ങൾക്കുള്ളതല്ല എൻ്റെ സന്ദേശം. സമ്പാദ്യം നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സേവ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. മക്കളുണ്ടെന്ന് പറഞ്ഞ് എല്ലാം മക്കൾക്കാക്കി വിട്ടുകൊടുക്കരുത്. അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലോട്ട് ഇട്ടുകൊടുക്കരുത്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സേവ് ചെയ്യണം. കാരണം ഭാവിയിൽ അത് നമുക്ക് ഉപകരിക്കും, മറ്റുള്ളവർക്കെങ്കിലും ഉപകരിക്കും. നമുക്കൊരു പനി വന്നു, ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം, ആരുടെ സഹായം ഇല്ലാതെ എന്നുണ്ടെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഇതെല്ലാം ലൗകികമാണ്, ഇതെല്ലാം ലോകപരമാണ്, എല്ലാം കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. കർത്താവ് നോക്കാനാ ബുദ്ധിയും ഞാനോ നമുക്ക് തന്നേക്കുന്നത്. അല്ലാതെ നമുക്കിവിടെ പനി വരുമ്പോൾ കർത്താവ് മേളിൽ നിന്ന് അക്കൗണ്ടിലോട്ട് ഇട്ട് തരത്തൊന്നുമില്ല. ക്ലിയർ? നല്ല സെൻസിലെടുക്കണേ ഞാൻ പറയുന്നത്. നിക്ഷേപത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിയുടെ ഒരു നിക്ഷേപം ദൈവം തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ഈ ബുദ്ധി യൂസ് ചെയ്യേണ്ട, ഞാൻ എല്ലാം അങ്ങോട്ട് പറഞ്ഞു തന്നോളാം ദൈവം പറഞ്ഞിട്ടില്ല. ബുദ്ധി യൂസ് ചെയ്യേണ്ടടുത്ത് ബുദ്ധി യൂസ് ചെയ്യണം. ആത്മാവ് യൂസ് ചെയ്യേണ്ടടുത്ത് ആത്മാവ് യൂസ് ചെയ്യണം. ബുദ്ധി യൂസ് ചെയ്യേണ്ടടുത്ത് ബുദ്ധി യൂസ് ചെയ്യണം. ആത്മാവിൽ ചിന്തിക്കേണ്ടടുത്ത് ആത്മാവിൽ ചിന്തിക്കണം. വിവേചിക്കേണ്ടടുത്ത് വിവേചന വരത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇതെല്ലാം ദൈവം മനുഷ്യന് തന്നിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇത് കുറുക്കന് കൊടുത്തില്ല? എന്തുകൊണ്ട് ഇത് നായ്ക്ക് കൊടുത്തില്ല? എന്തുകൊണ്ട് മനുഷ്യന് തന്നു? ദൈവം അത്രത്തോളം നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പുത്രനെ തരികയും ചെയ്തത് കൊണ്ട് ഇതൊക്കെ മനുഷ്യന് തന്നു. സോ നിക്ഷേപം വേണം. നിക്ഷേപത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്, നിക്ഷേപത്തിന് വേണ്ടി മാത്രം പണിയെടുക്കരുത്. നമ്മുടെ ചെലവ് കഴിഞ്ഞ് ഒരു വരുമാനം നമുക്ക് നിക്ഷേപിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ, അവസരമുണ്ടെങ്കിൽ നിക്ഷേപിച്ചേക്കുക. മാറിക്കിടക്കട്ടെ, അവിടെ ആവശ്യത്തിന് എടുക്കാമല്ലോ. കുട്ടിയിട്ട് പെരുകുന്നത് കണ്ട് സുഖം പിടിക്കല്, അത് പാപം, അത് പാപം. അത്യാവശ്യത്തിന് പോലും എടുക്കാതെ അവിടെ കൂടിക്കിടക്കട്ടെ, പാപം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്ന നിക്ഷേപം, ഹൃദയത്തിലെ നിക്ഷേപം. ഈ നിക്ഷേപം നമ്മുടെ ഹൃദയത്തിനകത്ത് പെരുകണമെങ്കിൽ വെളിച്ചമുള്ളൊരു ഹൃദയം. ഇതാ പൗലോസ് അവിടെ ആദ്യം പറയുന്നത്, 6ാമത്തെ വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന്. ഓമൈറ്റി ഫാദർ, നമ്മളെല്ലാരെയും കർത്താവ് വിളിച്ചത് അല്പപ്രകാശത്തിൽ നിന്ന് പൂർണ്ണപ്രകാശത്തിലേക്കല്ല, ശുദ്ധമാകുന്ന ഇരുട്ടിനകത്ത് നിന്ന് അല്ല, പൂർണ്ണമാകുന്ന ഇരുട്ടിനകത്ത് നിന്ന് ദിവ്യപ്രകാശത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്കിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. കാരണം ഒരു കാലം ഞാൻ ഈ വിശ്വാസത്തിലൊക്കെ വന്ന സമയത്ത് ഈ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് വചനത്തിനകത്ത് ഒരു കലർപ്പും ഉണ്ടാവരുതെന്ന് നിർബന്ധമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പൊ അന്ന് ഈ നിക്ഷേപം, പണം, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ഭൂതമാണ്, പ്രേതമാണ്, അയ്യോ ഇതൊക്കെ പാപമല്ലേ, ലൗകികമല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു പൊട്ടച്ചിന്ത എനിക്കുണ്ടായിരുന്നു. കാരണം അന്നത്തെ അത്രേ ഉള്ളൂ എനിക്കുള്ള ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നിക്ഷേപത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഈ പണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ പിശാചാണെന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇതേ ഞാൻ തന്നെ മിൽമ ബൂത്തിൽ ചെന്ന് ഞാൻ ഇതേ പണം കൊടുത്താണ് കവർവാല് മേടിക്കുന്നത്. ഓർത്തു നോക്കണം. എന്നിട്ട് എന്റെ ചിന്ത എന്താ? അയ്യോ പണം, ഇത് പ്രശ്നമല്ലേ, ദൈവത്തിന് കോപമല്ലേ പണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന നോക്കിക്കേ, ഏറ്റവും നന്നായിട്ടൊരു മനുഷ്യൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ എന്നെ ജനിപ്പിച്ച അപ്പനും അമ്മയല്ല, ദൈവമാണ്. അല്ലേ? നിങ്ങൾ നന്നായിട്ട് നടന്നാൽ ആർക്കാ മെച്ചം? നിങ്ങൾ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലാണ്, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ് രക്ഷയിലേക്ക് വന്ന പുതുജനനം പ്രാപിച്ചൊരു വ്യക്തിയാണ്. നിങ്ങൾ ഏറ്റവും മനോഹരമായി ഡ്രസ് ചെയ്ത്, ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച്, ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ സന്തോഷം ആർക്കാണ്? വില ആർക്കാണ്? സന്തോഷം ദൈവത്തിന്.
കാരണം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നല്ലോ. വില ആർക്കാ? വില നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ട് ഏറ്റവും കീഴോട്ട് തേഞ്ഞു പോയാൽ ആർക്കാ കേട്? കേട് ദൈവത്തിനും, നാണക്കേട് നിങ്ങൾക്കും. Am I right? Right? അതോ ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഞാൻ ഏറ്റവും താഴ്മയിൽ ജീവിക്കാന്ന് പറഞ്ഞ് കീറിയ വസ്ത്രവും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ഒരു വ്യക്തിയുടെ അടുത്തൂടെ പോകുമ്പോൾ അയാൾ മൂക്ക് പൊത്തി നടക്കേണ്ടി വന്നാൽ നാണക്കേട് ആർക്കാണ്? കേടാർക്കാണ്? കേട് ദൈവത്തിനും, നാണക്കേട് നമുക്കും. കാരണം വീണ്ടും ജനിച്ച വ്യക്തിയായി ഈ അവസ്ഥ നടക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ദൈവമാണ്. മനുഷ്യൻ അസൂയപ്പെടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിച്ചാൽ, പക്ഷെ ദൈവം സന്തോഷിക്കും. ഹല്ലേലൂയ. ഈ റെവലേഷൻ, ഈ ചിന്തയൊക്കെ എനിക്ക് കർത്താവ് തന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആത്മീയ സമാധാനം ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. തലമുടി ചെയ്യാൻ പാടില്ല, പൗഡർ ഇടാൻ പാടില്ല, വൃത്തിയോടെ നടക്കാൻ പാടില്ല, ശരീരത്തിനിണങ്ങിയ വസ്ത്രം ഇടാൻ പാടില്ല, മറ്റുള്ളവരെ മോഹം ജനിപ്പിക്കുമാറാകരുത്, മറ്റുള്ളവരെ പാപം ചെയ്യിക്കുമാറാകരുത്. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ ബുദ്ധിയും കൂടെ നമ്മൾ യൂസ് ചെയ്യണം, ചിന്തയും കൂടെ നമ്മൾ യൂസ് ചെയ്യണം. മറ്റൊരു വ്യക്തിക്ക് ആകർഷണീയമായ രീതിയിലാകരുത്. എടുത്തിടുന്ന സമയത്ത് 3 പേർക്ക് കൂടെ കയറാം എന്നുള്ള രീതിയിലും ആകരുത്. നമ്മുടെ ശരീരത്തിനിണങ്ങിയ വസ്ത്രം ദൈവവചന പ്രകാരം പാപമല്ലാത്ത രീതിയിൽ ധരിക്കുന്നത് നമുക്കും കംഫർട്ടബിൾ, ദൈവത്തിനും സന്തോഷം. ഹല്ലേലൂയ. ഇത് ബുദ്ധിയുടെ ധനം. ഇത് നമ്മൾ കോമൺ സെൻസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കോമൺ സെൻസ് ആണ്. പ്രൈസ് ടു ജീസസ്. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ഇത്രയോടെ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? മനുഷ്യൻ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നതിൽ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് എത്ര എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും? ഞാൻ കുളിക്കുന്നുമില്ല, മുടിയും ചെയ്യുന്നില്ല, ഇന്നലെ ഇട്ടൊരു ഡ്രസ്സും എടുത്തിട്ട് നേരെ വന്ന് മൈക്കും പിടിച്ചോണ്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കും? ഇയാൾക്ക് അറ്റ്ലീസ്റ്റ് ആ മുടി ഒന്ന് ചെയ്യാൻ പാടില്ലേ എന്ന് സ്വാഭാവികമായി നിങ്ങൾ ചിന്തിച്ചു പോയാൽ ആർക്കാ കേട്? കേട് ദൈവത്തിന്, നാണക്കേട് എനിക്ക്. ഞാൻ ദൈവത്തെ വികൃതമാക്കുകയല്ലേ സത്യത്തിൽ. എന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്കുള്ളതെങ്കിലും ഒന്ന് അലക്കി തേച്ച് മുഖവും ഒന്ന് വൃത്തിയാക്കി തലമുടിയും ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നാൽ ആർക്കാ പേര്? എൻ്റെ ദൈവത്തിനാ പേര്. കാരണം അവിടുന്ന് എന്നെ വിളിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരുത്തിയേക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടിയോ? ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ അധികാരത്തോടെ ജീവിക്കണമെങ്കിലും, അനർത്ഥമില്ലാതെ ജീവിക്കണമെങ്കിലും, അതിസന്തോഷത്തോടെ ജീവിക്കണമെങ്കിലും, ജയാളിയായി ജീവിക്കണമെങ്കിലും, മടുത്തുപോകാതെ ജീവിക്കണമെങ്കിലും, ശരിയാംവണ്ണം വെളിപ്പാടിൽ ജീവിക്കണമെങ്കിലും ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കണം. സഹോദര സഹോദരി, ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതും കടഭാരം തീരുന്നതും തമ്മിൽ ബന്ധമില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതും ബാങ്ക് ലോൺ സാങ്ഷൻ ആക്കുന്നതും തമ്മിൽ ബന്ധമില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതും ഇന്റർവ്യൂ പാസ്സാകുന്നതും തമ്മിൽ ബന്ധമില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതും നാളെ എൻ്റെ മകനും മകളും എന്തായിത്തീരും, നാളെ എൻ്റെ മകനും മകളും ഏത് രാജ്യത്ത് നിന്ന് വിവാഹാലോചന വരും എന്ന് ചിന്തിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് ദൈവത്തെ അറിവാനും ദൈവത്തിന്റെ ദാനങ്ങൾ സ്വീകരിപ്പാനും ദൈവത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് ജീവിക്കാനുമാണ്. ഹല്ലേലൂയ. പൗലോസ് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ തിങ്സ് ആണ് നമുക്ക് ഇൻജക്ട് ചെയ്യുന്നത്. പൗലോസ് പ്രാപിച്ചത് മുഴുവൻ. അതുകൊണ്ടല്ലേ ചപ്പെന്നും ചവറെന്നും ബാക്കി എണ്ണാൻ പറഞ്ഞത്? ചപ്പെന്നും ചവറെന്നും എണ്ണാൻ പറഞ്ഞതല്ലേ? പത്രോസും അതല്ലേ പറഞ്ഞേ? ചപ്പെന്നും ചവറെന്നും എണ്ണ ബാക്കി എന്ന് പറഞ്ഞവർ പോയെടുത്ത് അവരെവിടെയെങ്കിലും അന്നം കിട്ടാതെ ബുദ്ധിമുട്ടിയോ? 1 നേരം 2 നേരമൊക്കെ ഭക്ഷണം ഇല്ലാതിരുന്നു. പട്ടിണിയും ഉറക്കളപ്പൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ ആജീവനാന്തകാലം ഒന്നും ഇല്ലാതെ ജീവിച്ചില്ല. യേശു തന്റെ വചനം, ദൈവരാജ്യം സുവിശേഷിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. പൊക്കണം എടുക്കരുത്, ചെരുപ്പെടുക്കരുത്, ഉടുത്തുമാറാൻ 2 വസ്ത്രം എടുക്കരുത്, പണസഞ്ചി എടുക്കരുത്, എല്ലാം എടുക്കരുതെന്ന് പറഞ്ഞാ വിട്ടത്. എന്നിട്ടോ പട്ടണത്തിൽ ചെന്നിട്ട് അവർ താമസിച്ചത് ഏറ്റവും നല്ല ധനികന്റെ വീട്ടിൽ. അവർ കഴിച്ചത് ഏറ്റവും നല്ല ഭക്ഷണം.
അവർക്കെല്ലാം ആവശ്യമുള്ളത് സ്വർഗം നൽകിക്കൊടുത്തു. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചതിൻ്റെ ഫലമാണ്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ഭാവിയെക്കുറിച്ച് നിനക്ക് ചിന്ത വേണ്ട. പക്ഷെ ഭാവിയെക്കുറിച്ച് ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടി ഹൃദയദൃഷ്ടി തേച്ചു മിനുക്കരുത്. നമ്മുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടി നമ്മുടെ ഹൃദയദൃഷ്ടി തേച്ചു മിനുക്കരുത്, മിനുക്കുകയേ ചെയ്യരുത്. നമ്മുടെ പോക്കറ്റ് നിറയാൻ വേണ്ടി നമ്മൾ ആത്മീയത എടുക്കരുത്. ദൈവവചനം ആദായ സൂത്രമാക്കരുത്. സുവിശേഷ ഘോഷണത്തിന് പണം വേണം, ദൈവവേല ചെയ്യാൻ പണം വേണം, കർത്താവിന്റെ കാര്യങ്ങൾ ഏറ്റവും മെച്ചവും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സമ്പത്ത് വേണം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറയുക, ഏറ്റവും കൂടുതൽ സമ്പത്ത് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺവെൻഷൻ നടത്താനാണ്. 10 lakhs എബവ് ആവും. മനോഹരമായ രീതിയിൽ ഒരു കൺവെൻഷൻ നടത്തുക. എന്താ മനോഹരമായി നടത്തിയ കുഴപ്പം? ആ പൈസ, ആ അമിതമായിട്ടൊരുന്ന വരുന്ന ചെലവെല്ലാം കൂടെ എടുത്ത് സാധാരണക്കാർക്ക് വിഹിതിച്ചു കൊടുക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അമിതമായിട്ട് എന്തിനാ ഒരു 1-2 ലക്ഷം രൂപയ്ക്ക് കൺവെൻഷൻ? ഫോർ വാട്ട്? ഇത്രയും സാധാരണക്കാർ കിടന്നിട്ട് ഈ പറയുന്ന കൺവെൻഷൻ തുക എന്തെങ്കിലും വീതിച്ച് ആരെങ്കിലും കൊണ്ട് പാവങ്ങൾക്ക് കൊടുത്ത ചരിത്രമുണ്ടോ? കർത്താവിന്റെ വേല ഏറ്റവും മനോഹരമായി ചെയ്യണമെന്ന ഒരു പന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന്റെ വേല ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ധൂർത്ത് പാടില്ല, ഒരിടവും ധൂർത്ത് പാടില്ല, ഏറ്റവും മനോഹരമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പൗലോസും അത് തന്നെ പറഞ്ഞു, ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നിന്റെ കാഴ്ചയ്ക്കും കാഴ്ചപ്പാടിനും ഒത്തവണ്ണം കർത്താവിന് വേണ്ടി പ്രയത്നിക്കുക, പ്രവർത്തിക്കുക. ഹല്ലേലൂയ. പൗലോസിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചത് കൊണ്ടാണ് എണ്ണേണ്ടതിനെ ചപ്പെന്നും ചവറെന്നെണ്ണേണ്ടതിനെ ചവറെന്നും എണ്ണിയത്. ഉള്ള എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ, അത് പിന്നെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രകാശത്തിൽ വസിക്കുന്നവൻ ദൈവിക മഹിമകളെ എല്ലാം അവിടെ മാറ്റിവെച്ച്, നഷ്ടപ്പെടുത്തിയല്ല, ചപ്പെന്നും ചവറെന്നും എണ്ണിയല്ല, ദൈവ മഹിമകളെയും മഹത്വത്തെ എല്ലാം മാറ്റിവെച്ച് അവൻ മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങി വന്നത്, ഹല്ലേലൂയ, തന്റെ ഉള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രകാശത്തിന്റെ സ്വഭാവമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുമോ നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. മോനെ, നീ എവിടെയും പോയി ഒച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമില്ല. അത്യന്ത ശക്തിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിൽക്കുന്ന ഇടം ഗ്ലോറിയസ് റിലമായി മാറും. ആത്മീയ മണ്ഡലം അവൻ നിൽക്കുന്ന സ്ഥലത്ത് തുറക്കും. ഞാൻ വിശ്വസിക്കുക അത്. ഹല്ലേലൂയ. ഞാനൊരു ചർച്ചിൽ ചെന്ന് ഞാൻ പ്രസംഗിക്കുകയാണ്. ഞാൻ ഒത്തിരി ഒച്ചത്തിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. ഷൗട്ട് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ, മീൻസ് ഒത്തിരി ഒച്ചത്തിൽ നമ്മൾ ദൂതുകൾ പറയുമല്ലോ, അങ്ങനെ ഷൗട്ട് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ വളരെ കൂളായിട്ട് ഇങ്ങനെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുക. വളരെ കൂളായിട്ട്, പ്രത്യേകിച്ച് കൈയടിക്കാനൊന്നുമില്ല, ആരാധിക്കാനൊന്നുമില്ല, ആമേൻ പറയാനൊന്നുമില്ല. പക്ഷേ ആഴമേറിയ വചന വെളിപ്പാടുകൾ ഇങ്ങനെ ഞാൻ ആ സഭയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞ് ചേറിന്ന് എടുത്തടിച്ച് 3 കരണം മറിഞ്ഞ് നേരെ നിലത്തുകൂടെ അങ്ങ് വീണ് കിടന്ന് ഉരുണ്ടു. ഞാൻ ചിന്തിച്ചു, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു, ചേട്ടാ, സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കുറച്ചുകൂടെ ഒച്ചത്തിൽ ഗാംഭീര്യത്തോടെ പവർഫുള്ളായിട്ട് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുള്ളത്. ചിലർ തെറിച്ചു പോകുന്നു, ചിലർ ആത്മശക്തിയിൽ നിറയുന്നു, ചിലരിങ്ങനെ കസാരയിൽ നിന്നൊക്കെ തെറിച്ച് താഴെ വീഴുന്നു. ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. പക്ഷേ ഞാൻ വളരെ കൂളായിട്ട് വചനം സംസാരിച്ചപ്പോൾ, ഞാൻ വളരെ സമാധാനപരമായി സ്വരം താഴ്ത്തി വചനം സംസാരിച്ചപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? പിന്നീട് എനിക്ക് മനസ്സിലായത്, നമ്മുടെ പാർട്ടൊന്നും അവിടെ ഒന്നും അല്ല, നിന്നു കൊടുക്കുകയേ വേണ്ടു. മനസ്സിലായോ? അത്യന്ത ശക്തിയാൽ നമ്മളെ നിറച്ചത് ദൈവമാണ്. അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നത് ദൈവമാണ്. എത്ര പകർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മളെ അയക്കുന്നത് ദൈവമാണ്, തരുന്നത് ദൈവമാണ്, ഇടപെടുന്നത് ദൈവമാണ്. അപ്പോൾ എപ്പോഴോ എവിടെയൊക്കെയോ ഞാൻ എന്നെ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ദൈവം അങ്ങ് മാറ്റിത്തന്നു. കൂളായിട്ട് വചനം സംസാരിച്ചപ്പോ വചനം ചെന്ന് അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളെ ശോധന ചെയ്ത് കഴുകി
ഹൃദയത്തെ പ്രകാശിപ്പിച്ച ആത്മാവിന്റെ ശക്തിയെ റിലീസ് ചെയ്തു. പ്രാർത്ഥിച്ചിട്ട് ദൈവശക്തി അനുഭവിക്കാൻ കഴിയുന്നില്ലേ? ഹൃദയത്തിന്റെ അകത്തേക്ക് അത്യന്ത ശക്തിയെ കടത്തിവിടണം. പ്രാർത്ഥിച്ചിട്ടൊരു ഉണർവ് ലഭിക്കുന്നില്ലേ? ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തിയെ പ്രവേശിക്കാൻ അനുവദിക്കണം. അവിടെ ശബ്ദത്തിന് യാതൊരു പ്രാധാന്യമില്ല. അവിടെ വചനത്തിനും ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ശക്തിക്കുമാണ് പ്രാധാന്യം. റിലീസായി അവരുടെ മേൽ നിന്ന് എന്തോ, അവരുടെ മേൽ ഭയങ്കരമായി അവരെ ചുമത്തിയിരുന്നത് അവരിന്ന് പൊട്ടി അഴിഞ്ഞു മാറി. അവിടെ എന്റെ ശബ്ദത്തിന് യാതൊരു പ്രാധാന്യമില്ല. പക്ഷെ എന്നിലൂടെ ദൈവം നൽകിക്കൊണ്ടിരുന്ന വചനത്തിന്റെ തലം അവിടെ തുറന്നു. നമ്മള് നിന്നാൽ നമ്മൾ നിന്നാൽ നിൽക്കുന്നടുത്ത് വർണ്ണനാതീതമാകുന്ന ഒരു സാന്നിധ്യം വെളിപ്പെടും. അതാണ് അത്യന്തശക്തി എന്ന് പറയുന്നതിന്. In the mighty name of Jesus. അതിനെന്താ വേണ്ടേ? ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എവിടെ നിന്ന്? ഇരുട്ടിൽ നിന്ന്. ഞങ്ങള് പണ്ട് ഇന്ന മുന്തിയ സഭയിലുള്ളതാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ളവർക്കല്ല. ഞങ്ങൾ എല്ലാ മാസവും ഉപവസിക്കുന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കുള്ളതല്ല. Praise the Lord. ഉപവാസമൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊക്കെ എടുത്താലുണ്ടല്ലോ, മരിച്ചവന്റെ മുമ്പിൽ പോയി നിന്നാ മതി, ഉയർക്കും. അല്ല, ഞാൻ ഉപവസിക്കാൻ വേണ്ടി ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ ഉപവസിച്ചു, അത്ര തന്നെ. കുറച്ച് വെയിറ്റും കുറയും, കൊളസ്ട്രോളും കുറയും, ഷുഗറും കുറയും. ഉപവാസം. Praise to Jesus. മനസ്സിലാക്കണം, വചനം പറയുന്നത് മനസ്സിലാക്കണം, മനസ്സിലാക്കി ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. അപ്പൊ ഒരു ഇരുളുണ്ടേ, വെളിച്ചമുണ്ടേ, പ്രകാശിക്കേണ്ട ആവശ്യമുണ്ടേ. 3 അന്യഭാഷ പറഞ്ഞാൽ നമ്മൾ പ്രകാശിക്കുന്നൊന്നുമില്ല. ഞാനൊന്ന് മുങ്ങി പൊങ്ങിയതാന്ന് പറഞ്ഞാൽ എല്ലാം തികയുന്നുമില്ല. അനുദിനം ആത്മനദിയിൽ മുങ്ങിപ്പൊങ്ങി ഒരു വ്യക്തി ദിവസവും വീണ്ടും ജനിക്കണം എന്നാണ് എന്റെ പക്ഷം, ഞാൻ ഉൾപ്പെടെ. ഹല്ലേലൂയ. കാരണം അനുഭവിച്ചത് കൊണ്ട് ശക്തി തീരുന്നില്ല, ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തീരുന്നില്ല, ഞാൻ ഇന്ന് പ്രാപിച്ചത് കൊണ്ട് തീരുന്നില്ല. എന്തോരം കിടക്കുന്നു മനസ്സിലാക്കാൻ, കാണാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ. In the mighty name of Jesus. Hallelujah. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് പൗലോസ് പറഞ്ഞതിന്റെ ആഴം ഭയങ്കര. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. എങ്ങനെ പ്രകാശിക്കണം? യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. 4 സബ്ജക്റ്റാ. 4 സബ്ജക്റ്റാ. 4 ദിവസം വേണം. മുഖത്തിലുള്ള ദൈവ തേജസ്. നിങ്ങൾ യേശുവിന്റെ മുഖം എപ്പോഴെങ്കിലും കോപപ്പെട്ട് കണ്ടിട്ടുണ്ടോ? കരഞ്ഞു കണ്ടിട്ടുണ്ട്, വചനത്തിലൂടെ കരഞ്ഞു കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടേക്കുന്നത് എങ്ങനെയാ? സ്നേഹഭാവം മാത്രമേ കാണൂ. പിന്നെ ഒന്ന് വിഷമം കണ്ടു. നിങ്ങൾ എവിടാന്നറിയാമോ? പള്ളിക്കകത്ത് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടിട്ട് വിൽക്കാൻ ശ്രമിച്ചപ്പോ, പൊൻവാണിഭക്കാരെ കണ്ടപ്പോ, പ്രാവ് വിൽക്കുന്നവരെ കണ്ടപ്പോ, അന്നേരം ആളല കത്തല. ഈ ചർച്ചിനകത്ത് ഭൂതം കേറിയാൽ ഇങ്ങനൊരു മനോഭാവം നമുക്കുണ്ടാവണം. ഒന്നുകൂടെ പറയാം, ചർച്ചിനകത്ത് നമ്മളാണ് ചർച്ച്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളാണ് ചർച്ചിനകത്ത് വേണ്ടാത്തത് വ്യാപാരം ചെയ്യുന്നു എന്ന് കണ്ടാൽ യേശുവിനെ പോലത്തെ മനോഭാവം ഉണ്ടാകണം. ചാട്ട എടുക്കാൻ ആത്മാവിന് ജീവൻ ഉണ്ടാവണം. ഹല്ലേലൂയ. വേണ്ടാത്ത തിങ്സ് കേറുവാണെങ്കിൽ ചാട്ട എടുക്കണം. വേണ്ടാത്ത തിങ്സ് കേറുവാണെങ്കിൽ ചാട്ട എടുക്കണം. ചർച്ച എപ്പോഴും വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോം, ഈ യൂട്യൂബ് ആണെങ്കിലും സൂം ആണെങ്കിലും വിശുദ്ധമാണെന്ന് ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനകത്തൊരൊറ്റ വേണ്ടാത്തതിനെ കേറ്റത്തില്ല. അതിനകത്ത് ഞാൻ പിന്നെ അതിനകത്തൊന്നും ചെയ്യണമെന്നില്ല. കാരണം ഡെയിലി ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഓരോ വേണ്ടാത്തതിനെല്ലാം കർത്താവ് കട്ട് ചെയ്ത് കളഞ്ഞു.
ഇന്ന് ജീവനുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ജീവനുള്ളത് മാത്രം. ഹല്ലേലൂയ. അതാ എൻ്റെ ഇന്നത്തേക്ക് ശേഷമുള്ള എൻ്റെ പ്രാർത്ഥന അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇതിൻ്റെ അടിസ്ഥാനമിട്ടത് സ്വർഗമാണ്. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ വായിന്ന് ഒരു വാക്കേ അന്ന് മുതലുള്ളവരൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്, കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ പറയത്തുള്ളൂ. യേശുവിൻ്റെ നാമം ഇതിനകത്ത് ഉയരണം, യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞേ, യേശുവിൻ്റെ നാമം ഉയരണം. പാസ്റ്റർ ദീപുവിൻ്റെ നാമമല്ല, യേശുവിൻ്റെ നാമം ഉയരണം. ഈ പ്ലാറ്റ്ഫോമിനകത്ത് കയറിക്കഴിഞ്ഞാൽ ആത്മീയ അനുഭവം ഉണ്ടാകണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നതാ ഞങ്ങള്. കർത്താവ് ഇതിനകത്ത് കയറുന്നവർക്ക് മാനസാന്തരം വരണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നതാ ഞങ്ങള്. എന്താ ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം കർത്താവേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം കർത്താവേ. നിങ്ങളുടെ വീടിനെ നോക്കി പറയുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം കർത്താവേ. നിങ്ങൾക്ക് സഭയുണ്ടെങ്കിൽ, ചർച്ച ഉണ്ടെങ്കിൽ ചർച്ചിനെ നോക്കി പറയുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം കർത്താവേ. എവിടുന്ന? യേശുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൽ നിന്ന്. നിങ്ങൾ യേശുവിൻ്റെ നാമം കേട്ടിറങ്ങിയവരാണോ, മുഖം കണ്ടിറങ്ങിയവരാണോ? ഒറ്റ ചോദ്യം. ആരും ഒറ്റ അടിക്ക് മറുപടി പറയത്തില്ല, നന്നായിട്ട് എനിക്കറിയാം. യേശുവിൻ്റെ മുഖം കണ്ടിറങ്ങിയതാണോ, യേശുവിൻ്റെ നാമം കേട്ടിറങ്ങിയതാണോ, യേശുവിൻ്റെ ശബ്ദം കേട്ടിറങ്ങിയതാണോ? ഒറ്റ വാക്കി പറയാൻ പറ്റത്തില്ല. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഉണ്ട്. യേശുവിൻ്റെ സ്വഭാവത്തിന് മുഖത്തിലില്ലാത്ത ഒരു വിശേഷതയില്ല. യേശുവിൻ്റെ ശബ്ദത്തിന് മുഖത്തിലില്ലാത്തതും ശബ്ദത്തിലില്ലാത്തതുമായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. യേശുവിന് ഒരൊറ്റ ഭാവമുള്ള, ആ ഭാവ പൗലോസ് ഇവിടെ ചുരുക്കി പറഞ്ഞേക്കുന്നത് യേശുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം. അതിന്റെ മുകളിൽ പിന്നൊരു വാക്കില്ല, മുകളിൽ പിന്നൊരു വാക്കില്ല. ആ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈ പുസ്തകം വായിച്ചാൽ അതിനുള്ള മറുപടി കിട്ടും. പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവശക്തി, ദൈവത്തിന്റെ അത്യന്ത ശക്തി വസിപ്പിക്കത്തക്ക നിലകളിൽ ചോർച്ചയില്ലാത്ത ഒരു ഹൃദയം വേണം. ഇന്ന് ഏറിയ ജനത്തിലേക്ക് നോക്കിയാലും ചോർച്ചയുള്ള പഴകിയ ഹൃദയപാത്രങ്ങളാണ്, അല്ലെങ്കിൽ മൺപാത്രങ്ങളാണ് കാണാനുള്ളത്. അവർക്കാർക്കും അധികം ദൈവവചനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചോർച്ചയുണ്ട് മൺപാത്രത്തിന്. അവർക്കാർക്കും അധിക സമയം ദൈവശക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചോർച്ചയുണ്ട് മൺപാത്രത്തിന്. അവർക്കാർക്കും അധികം അങ്ങോട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ചോർച്ചയുണ്ട് മൺപാത്രത്തിന്. പണ്ടത്തെ മൺകലം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അടുപ്പത്തൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കഞ്ഞിക്ക് അടുപ്പത്ത് അരി വയ്ക്കുമ്പോൾ ലേശം ഇറ്റിറ്റിറ്റിറ്റ് താഴേക്ക് വെള്ളം വീഴും. അതിനെന്താ അമ്മച്ചിമാർ ചെയ്തതെന്നറിയാവോ? മീൻചട്ടി ആണെങ്കിലും കരിക്കല, നമ്മുടെ മൺകലം ആണെങ്കിലും ഒക്കെ എന്താ ചെയ്യുന്നറിയോ? നന്നായിട്ട് തീയിട്ട് അങ്ങോട്ട് പുകയ്ക്കും. അപ്പൊ എന്താ ചോദിക്കുമ്പോൾ ഇതാ പറയുന്നത്, കരി കയറി അത് അടയുമെന്ന്. കരി കയറി ആ ഹോൾ അടഞ്ഞോളൂന്ന്. എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട്. കരി കയറി അടയും. കരി കയറിയിട്ട് ആ ഭാഗം അങ്ങ് സെറ്റാവും. പിന്നെ ചോർച്ച ശരിയാ കേട്ടോ. പിന്നെ അതിൽ വെള്ളം വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഞാൻ കാണാതെ അമ്മ ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കരി കയറി ആ സംഭവം, ചെറിയ ഹോളൊക്കെ, ചെറിയ സംഭവങ്ങളൊക്കെ അങ്ങ് അടയുമെന്നാണ് പറയുന്നത്. എനിക്ക് എത്രത്തോളം സത്യമുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ ഒരുവിധമൊക്കെ അറിവ് വന്ന സമയത്തൊക്കെ ഗ്യാസായി തുടങ്ങി, സിലിണ്ടറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ചോർച്ച. പക്ഷെ ഇവിടെ കരി കയറ്റി അടയ്ക്കാൻ പറ്റാത്ത ഒരു മൺപാത്രമാണ് നമ്മുടെ ഹൃദയമാകുന്ന മൺപാത്രം. ഇവിടെ കരി കയറിയ പോയി, പിന്നെ എൻജിൻ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയി. ഹല്ലേലൂയ. നിർബന്ധം പിടിക്കണം കേട്ടോ. ചെറിയ ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കരി വെച്ച് അടച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നങ്ങനെ ചിന്തയുണ്ടെങ്കിൽ നിർബന്ധം പിടിക്കണം, ഇവിടെ കരി എടുക്കില്ല എന്ന്. ഹല്ലേലൂയ. ഇവിടെ കരി എടുക്കത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തീയിലിരിക്കണം. കരി അടിക്കരുത്, പക്ഷെ തീയിലിരിക്കണം. ഇവിടെ പൗലോസ് പറയുന്ന നോക്കിയേ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്.
കർത്താവ് പർപ്പസ്ഫുള്ളി തന്നെ ഈ നിക്ഷേപം മൺപാത്രത്തിൽ തന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിക്ഷേപം മൺപാത്രത്തിൽ തന്നത് പർപ്പസ്ഫുള്ളി തന്നെ. ഇത് സാത്താനും ഒരു ഭയങ്കര ഭീഷണിയാണ്. മൺപാത്രത്തിൽ തന്നെ ഈ നിക്ഷേപം ദൈവം പകർന്നത് സാത്താനും ഒരു ഭീഷണി തന്നെയാണ്. ഇവിടെ പറയുന്നത് ഒരു നിക്ഷേപത്തെ കുറിച്ചാണ്. അപ്പോ ദൈവത്തിന്റെ മുഖം കണ്ട, ദൈവത്തിന്റെ ശബ്ദം കേട്ട, ദൈവത്തിന്റെ വചനം കേട്ട, ദൈവത്തിൽ വിശ്വസിച്ച നിങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങളുടേതായ ഒരു നിക്ഷേപം ഇപ്പോൾ തന്നെ താങ്കളിലുണ്ട്. നിക്ഷേപമില്ലെങ്കിൽ കുഞ്ഞെ നീ ഈ മെസ്സേജ് കേൾക്കത്തില്ല. ദൈവം നിന്നെ കണ്ടിട്ടില്ല, നിന്റെ മേലൊന്നും പകർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും കേൾക്കത്തില്ല. നിങ്ങളിൽ നിന്ന് എന്ത് പുറത്തു വരുന്നു അല്ലെങ്കിൽ എന്ത് വന്നില്ല എന്ന് കണ്ട് നിങ്ങളിൽ നിക്ഷേപമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തരുത്. വചനം പറയുന്നു നിങ്ങളിൽ ഒരു നിക്ഷേപമുണ്ട്. ഓ ഹല്ലേലൂയ, താങ്കളിൽ ഒരു നിക്ഷേപമുണ്ട്. നിക്ഷേപമുണ്ടെങ്കിൽ അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്ത് കണ്ടിരിക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ അത് പതിഞ്ഞിരിക്കണം. പക്ഷെ ഈ നിക്ഷേപം മറയപ്പെട്ടിരിക്കുന്നു എങ്കിൽ നീ ഒരു അന്വേഷണം നടത്തണം. നിങ്ങളൊരു അന്വേഷണം നടത്തണം. ഹല്ലേലൂയ. ഉണ്ട് എന്ന് പറയുകയും എന്നാൽ കാണാൻ കഴിയാതെയും അനുഭവിക്കാൻ കഴിയാതെയും എടുക്കാൻ കഴിയാതെയും ഇരിക്കുന്ന നിക്ഷേപം ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ പേരിലുണ്ട് എന്ന് വരികിൽ ഒരന്വേഷണം നിങ്ങൾ നടത്തണം. ആ സാന്നിധ്യം എന്തിയേ? ആ നിക്ഷേപം എന്തിയേ? ആ നിക്ഷേപത്തിന്റെ മൂല്യം എന്തിയേ? അതിന്റെ ഗുണകാംക്ഷിയായ എനിക്ക് എന്തുകൊണ്ട് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല? നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഫാദർ പറയുകയാണ്, ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, ഞാൻ നിന്റെ പേരിൽ കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിൽ. കേട്ട പാതി കേൾക്കാത്ത പാതി. പണ്ട് മായാവിയുടെ ബാലരമയിൽ ഞാൻ മായാവി വായിക്കുമ്പോൾ അതിൽ ലുട്ടാപ്പി ഒരു കുന്തത്തിന്റെ മേളിൽ കയറിയിരുന്ന് ഫും എന്ന് പറഞ്ഞ് പറന്നു പോണ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, മായാവി എന്ന് പറയുന്ന കഥ. അപ്പം ഞാൻ എന്നും സ്കൂളിൽ നിന്ന് വന്നിട്ട് വായിക്കും. പത്രക്കാരൻ അവിടെ കൊണ്ടിട്ടേക്കും. ബാലരമ എടുത്ത് വേറെ ഒരു പേജും തുറക്കത്തില്ല, നേരെ മായാവി തുറക്കും, മായാവി വായിക്കും. അപ്പം അതിൽ കുട്ടൂസം കുന്തത്തിൽ കയറി ഫും പോകുന്ന ഫോട്ടോ അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നതുപോലെ നിന്റെ പേരിൽ ഞാനൊരു നിക്ഷേപം ഇട്ടിട്ടുണ്ട് കുഞ്ഞെ, ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആൾ അപ്രത്യക്ഷമാവും. ലുട്ടാപ്പി കുന്തത്തിൽ കയറി പറഞ്ഞതുപോലെ. തമാശ പറഞ്ഞാണ്, നിങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഹല്ലേലൂയ. നോക്കിയേ, ഈ കേട്ട മതി നമ്മൾ എന്തോ ചെയ്യും? എന്നാ പിന്നെ അത് കാണേണ്ടതാണല്ലോ. നമ്മൾ ബാങ്കിൽ ചെന്ന് ചോദിക്കും, നിങ്ങളുടെ പേരിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ഫാദർ പറയുന്നു, ഇല്ല, ഞാൻ ഇന്ന ബാങ്കിൽ ഇന്ന ബ്രാഞ്ചിൽ ഇന്ന തീയതിയിൽ നിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. തെളിവും കാണിച്ചു തരികയാണ്, ഡെപ്പോസിറ്റിന്റെ തെളിവും കാണിച്ചു തരികയാണ്. നമ്മളൊരു പരിശോധന നടത്തത്തില്ലേ? കാരണം എന്താ? ഗുണകാംക്ഷി ഞാനാണ്. അപ്പൊ പിന്നെ അത് എൻ്റെ പേരിൽ വേണ്ടതാണ്, അത് ഞാൻ അനുഭവിക്കേണ്ടതാണ്. എൻ്റെ പേരിൽ എൻ്റെ ഫാദർ നിക്ഷേപിച്ചത് എന്തിയെ എന്നൊരു അന്വേഷണം, കിട്ടി പോലും കിട്ടിയില്ല പോലും, നമ്മൾ നടത്തത്തില്ലേ? ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല? വീണ്ടും ജനിച്ചൊരു വ്യക്തിയാണ് ഞാൻ, അധികാരമുള്ളൊരു വ്യക്തിയാണ് ഞാൻ, അഭിഷേകമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ പേർക്കായി ഒരുവൻ മരിക്കുകയും മരിച്ചവന്റെ ജീവനും ആത്മാവും ശക്തിയും എന്റെ മേൽ വസിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇനി ഉള്ളവരല്ല, ദൈവത്തിന് വേണ്ടി ഉള്ളവനാണെന്ന് പറയുമ്പോൾ, സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് പറയുമ്പോൾ, വീണ്ടും ചില വാഴ്ചകൾ, വീണ്ടും ചില അധികാരങ്ങൾ എന്റെ നേരെ കടന്നാക്രമണം നടത്തുന്നു എങ്കിൽ എന്തുകൊണ്ട് ബൈബിൾ പറയുന്ന അത്യന്ത ശക്തിയുടെ ഒപ്റ്റിമം ലെവലിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ജയമെടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന ഒരു അന്വേഷണം നടത്തേണ്ടത് എൻ്റെ ധർമ്മമല്ലേ, എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? പൗലോസ് പറഞ്ഞത് കേട്ടോ, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിച്ചിരിക്കണം. പ്രകാശിക്കണേ കർത്താവേ, പ്രകാശിക്കണേ.
നോ, പ്രകാശിച്ചിരിക്കണം. പ്രകാശിക്കുവോ? കനിയണേ, കരുണ തോന്നണേ, മനസ്സലിയണേ. നോ, പ്രകാശിച്ചിരിക്കണം. ഈ ഞാൻ പറഞ്ഞ രണ്ട് കാര്യത്തിനും വ്യത്യാസമുണ്ട്. കരുണ തോന്നണേ, മനസ്സലിയണേ, നൽകണേ, ചെയ്യണേ, അതല്ല അതിൻ്റെ രീതി. യേശുവിൻ്റെ നാമത്തിൽ അത് വെളിപ്പെടട്ടെ, അതാണ് ലെവൽ. ദാസ്യത്വത്തിന്റെ ആത്മാവല്ല നമ്മുടെ മേലിരിക്കുന്നത്. ലിസൺ മീ, ദാസ്യത്വത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മുടെ മേലിരിക്കുന്നത്. കരുണ തോന്നിയത് കൊണ്ടാണ് നിക്ഷേപം എൻ്റെ പേർ കിട്ടത്. അലിവ് തോന്നിയത് കൊണ്ടാണ് നിക്ഷേപം എൻ്റെ പേർ കിട്ടത്. എൻ്റെ പേർക്ക് എൻ്റെ മേൽ തന്നെ ഇട്ടത്. ക്ലിയർ? നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത പോലെ ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ കാണും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവം നിക്ഷേപം തന്നിട്ടില്ലെന്നല്ല, എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം ശക്തി നിക്ഷേപിച്ചിട്ടില്ലെന്നല്ല, നിങ്ങൾക്ക് അഭിഷേകം ഇല്ലെന്നല്ല. ആരോ എന്നെ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വിളിച്ചോ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്കൊന്നും അഭിഷേകം ഇല്ലല്ലോ. മേലാൽ എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത്. ഞങ്ങൾക്കൊന്നും, ഞാൻ അന്നേരം തന്നെ തിരുത്തി കൊടുത്തു, അഭിഷേകം ഇല്ലെന്ന്. പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്കൊന്നും അഭിഷേകം ഇല്ലല്ലോ. അയ്യോ എൻ്റെ സഹോദരി, പിശാചി എന്തോര ബന്ധനമാണ് നിങ്ങളുടെ മേൽ ഇട്ടേക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അഭിഷേകം ഇല്ലെന്നു, അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നിക്ഷേപം ഇല്ലെന്നാണ്. വചനം പറയുക, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് എന്നാൽ എൻ്റെ സ്വന്തവുമാണ്. ക്ലിയർ? ഞങ്ങളുടെ സ്വന്തമല്ല, ഈ കർത്താവിന്റെ, ആ വാക്ക് നിങ്ങൾ എടുക്കണേ, ഞങ്ങളുടെ സ്വന്തമല്ല, പക്ഷെ ദൈവത്തിന്റെ ദാന. അപ്പൊ പിന്നെ എൻ്റെ സ്വന്തമല്ലേ? ഇനി പറഞ്ഞുതരാം. എനിക്ക് ഈ ശക്തി തന്നത് കെയർ ഓഫ് യേശു, കെയർ ഓഫ് ക്രൈസ്റ്റ് എന്ന പേരിലാണ് ഈ ശക്തി എൻ്റെ മേൽ തന്നേക്കുന്നത്. ഇനി ഇതിനെ തൊടാൻ പിശാച് ഭയക്കും. ക്ലിയർ? എന്റെ പേർക്ക് കർത്താവ് പകർന്നേക്കുന്ന ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന്റെ പേരിലാണ് എൻ്റെ മേൽ പകർന്നേക്കുന്നത്. ഞാൻ എവിടെയും പോയി കുഴിച്ചെടുത്തതൊന്നുമല്ല, എൻ്റെ മേൽ പകർന്നതാ, സൗജന്യമായി പകർന്നതാ. ഇത് കർത്താവിന്റെ പേരെഴുതിയ ഒരു ശക്തിയാ. ഇതിലേക്ക് വന്ന് അവൻ നോക്കുമ്പോ തന്നെ അന്ധത പിടിക്കും. ഈ ശക്തി ചോർത്തിക്കളയാന്ന് പറഞ്ഞ് നോക്കുമ്പോ തന്നെ അന്ധത പിടിക്കും. അതുകൊണ്ടാ പലപ്പോഴും നമ്മളെ കൊണ്ട് തന്നെ പിശാച് ഇതിനെ ചോർത്തിക്കളയിക്കുന്നത്. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞും, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടും, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യിച്ചും, വേണ്ടാത്തത് എടുത്ത് അകത്തേക്ക് കയറ്റിയും നമ്മളെ കൊണ്ട് തന്നെ ചോർത്തിക്കളയുന്നത് അവന് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പറഞ്ഞേ. ഈ പെൻസിൽ നിങ്ങളുടെ സ്വന്തമല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ പെൻസിൽ ദാനമായിട്ട് നിങ്ങൾക്ക് തരികയാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് നിങ്ങളുടേതായില്ലേ? നിങ്ങളുടെ സ്വന്തമല്ലേ? ഞാൻ തിരിച്ചു മേടിക്കാനൊന്നും പോകുന്നില്ല. ഇതുപോലാണ് യേശു തന്റെ ശക്തിയെ നമ്മുടെ മേൽ പകർന്നേക്കുന്നത്. ഇതിനെ ഡയറക്റ്റ്ലി സാത്താൻ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങളുടെ അവിശ്വാസത്തിലൂടെ ഇതിന്റെ ശക്തി കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ പ്രാർത്ഥനാ കുറവിലൂടെ ഈ അത്യന്ത ശക്തി കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ലൗകിക പാപങ്ങളിലൂടെ ഈ അത്യന്ത ശക്തിയുടെ പവർ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ അഹങ്കാരത്തിലൂടെ ഈ അത്യന്ത ശക്തിയുടെ പവർ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ അത്യാഗ്രഹത്തിലൂടെ ഈ അത്യന്ത ശക്തിയുടെ പവർ കുറയ്ക്കാൻ പറ്റും. നിന്നെ കൊണ്ട് തന്നെ സാത്താൻ ചോർത്തിക്കളയിക്കും. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് കർത്താവിന്റെ മുഖത്ത് നിന്നുമുള്ള ദിവ്യ തേജസ്സിനാലായിരിക്കട്ടെ. പ്രകാശിക്കണ്ടേ? ഹൃദയദൃഷ്ടി പ്രകാശിക്കണ്ടേ? സഹോദര, ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ അഴിയുന്നു, പിടിക്കുന്നു, പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ഗുണം? ഹൃദയത്തിനകത്ത് നേരത്തെ കരി കൊണ്ട് കലത്തിന്റെ ഹോൾ അടയ്ക്കുന്നത് പോലല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കരി കൊണ്ട് കലത്തിന്റെ ഹോൾ അടച്ചിട്ട് എന്താ ഗുണം? നാളെ പിന്നെയും ചോരും.
കലം തേച്ച് കഴിയുമ്പോൾ വീണ്ടും അവിടെ ചോർച്ച വരും. അതിനേക്കാൾ നല്ലത് കുശവന്റെ കയ്യിലേക്ക് കൊടുത്ത് ചെയ്യേണ്ട ട്രീറ്റ്മെന്റിനകത്തൂടെ പുറത്തു വരണതല്ലേ? അല്ലേ? അങ്ങനല്ലേ? കുശവന്റെ കയ്യിൽ ഈ പാത്രത്തെ കൊടുത്തിട്ട് കയറേണ്ട ചക്രത്തിനകത്തൂടെ കയറി നടക്കേണ്ട പ്രോസസ്സിനകത്തൂടെ നടന്ന് നല്ലൊരു കലമായി പാത്രമായി പുറത്തു വരുന്നതല്ലേ നല്ലത്? പലർക്കും ഷോർട്ട് കട്ടാണ് ഇഷ്ടം. പലർക്കും പെട്ടെന്ന് കിട്ടണം. റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ്, എന്നിട്ട് റെഡി ടു ഡെഡ്. ആ അവസ്ഥയിൽ പോകണം. അങ്ങനെയാണ് കാര്യങ്ങൾ. റെഡി ടു കുക്ക്, റെഡി ടു ഈറ്റ്, ഐ ആം റെഡി ടു ഡെഡ്. അങ്ങനത്തെ അവസ്ഥയായി. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ ഷോർട്ട് കട്ടില്ല. ഇടുക്കുവാതിലിലൂടെ കടക്കുന്നവൻ, അത്രയേ ഉള്ളൂ വചനം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. താഴേക്ക് വായി. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വാക്കിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? ഈ ആത്മാവിന്റെ ശക്തി കർത്താവ് നമ്മുടെ മേൽ നിറയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു ബാറ്റിൽ നമ്മുടെ ജീവിതത്തിൽ വരും, ഒരു യുദ്ധം. ഞാൻ ഇതുവരെ പറഞ്ഞ നിർത്താട്ടോ, ഇന്ന് ഇച്ചിരി കൂടുതൽ പോയി എനിക്കറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞ നിർത്തിയേക്കാം. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലൊരു ദൈവശക്തി വരും. വരത്തില്ലേ? വരും. നമ്മൾ സന്തോഷിക്കത്തില്ലേ? സന്തോഷിക്കും. ഉടനെ നീ കത്തിയ തീ അണയ്ക്കാൻ പുറകെ ഒരു കൂട്ടം വരുന്നത് നിനക്കറിയാവോ? നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്തൊരു ശക്തി, പ്രാർത്ഥിച്ചാർജിച്ച ഒരു സന്തോഷം, നിങ്ങൾ പിടിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ദൂത്, ഒരു സമാധാനം, ഒരു ഉറപ്പ്, ഈ വിഷയത്തിൽ ഒരു വിടുതൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഒരു ഉറപ്പുണ്ടാവുമല്ലോ. ഇതിങ്ങോട്ട് കത്തി നിൽക്കുന്നതും പുറകെ ഒരുത്തം വന്ന് ഈ തീ അണയ്ക്കാൻ വരുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാവോ? ഒന്നുകിൽ വീട്ടിനകത്തുള്ളവരുടെ വായിന്നായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആരോപണമായി എന്തെങ്കിലും വന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടമായിരിക്കും, എന്തെങ്കിലും വന്ന് നമ്മൾ അനുഭവിച്ച ദൈവസാന്നിധ്യത്തെ അങ്ങ് അമർച്ച ചെയ്ത് നശിപ്പിച്ച് പിന്നെ പ്രാർത്ഥിച്ചതാ ഇപ്പൊ വിഷയമായത് എന്ന് വരെ ചിന്തിക്കത്തക്ക തരത്തിൽ നിന്നെ ഒതുക്കിക്കളയുന്ന ഒരവസ്ഥയെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പക്ഷെ പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടായിരുന്നോ? ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. പിശാചിന്റെ ആവശ്യം എന്താണെന്നറിയാമോ മോനെ? നീ ഇടുങ്ങണം, ഇടുങ്ങി നീ ഒതുങ്ങണം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവന്റെ വാക്ക് എന്നാന്നറിയാവോ? ഇടുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടബൽ ഖമനഗ ശന്തലബ റഗദൽ ഖമനഗ ഷൈഡസ്. അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഇടുങ്ങി ഒതുക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന ചില കൂട്ടത്തെ തകർത്തു തോൽപ്പിക്കാൻ നിന്റെ അകത്ത് കിടക്കുന്ന നിക്ഷേപത്തെ ദൈവം ജ്വലിപ്പിക്കാൻ പോവുക. വിശ്വാസമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി. ഹല്ലേലൂയ. ഒന്നുകിൽ വിദേശത്തുനിന്ന് വരുന്നൊരു കോളായിരിക്കാം നിന്നെ ഒതുക്കുന്നേ. നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കും, വിളിച്ചൊരു ഹലോ, 4 കിലോ, പിന്നെ ഒരു വലിയ ബഹളം. ഇങ്ങനെ നമ്മളെ അങ്ങ് ഒതുക്കും. വാക്കുകൊണ്ട് ഒതുക്കും, ചിന്ത കൊണ്ട് ഒതുക്കും, എല്ലാത്തിലും ഒതുക്കും. പക്ഷേ ഇന്ന് ആരെയൊക്കെയോ ആ അവസ്ഥക്കകത്തുനിന്ന് പരിശുദ്ധാത്മാ വിടുവിക്കാൻ പോകും. എന്ന് പറഞ്ഞാൽ ഇതൊരു സൈറ്റാനിക് ട്രാപ്പും ഒരു സൈറ്റാനിക് അറ്റംപ്റ്റുമാണ്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവന്റെ ഹൃദയത്തിനകത്തേക്ക് കരി കൊണ്ട് തേക്കുന്ന ഒരു പരിപാടിയാണ് സാത്താൻ ഈ ചെയ്യുന്നത്. പ്രാർത്ഥിച്ചാൽ ഇടുക്കം മാറാത്തവരുണ്ട്. പ്രാർത്ഥിക്കുന്ന എന്തിനാ? വിടുവിക്കപ്പെടാനാണ്, വിടുതൽ ലഭിക്കും എന്നുള്ള വിശ്വാസം. നമ്മൾ പ്രാർത്ഥിച്ചു കൊടുത്താലും വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ആദ്യം പ്രാർത്ഥിച്ചേ? എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? അപ്പൊ ആദ്യത്തെ പ്രാർത്ഥനയിൽ പാസ്റ്ററെ ഒന്നും നടക്കാൻ പോണില്ല, അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിക്കണേ, അതല്ലേ അതിന്റെ അർത്ഥം? പിശാച് ആയുഷ്കാലം വിട്ടുപോവോ? നമ്മളെ സാത്താൻ വിട്ടുപോവോ? നിങ്ങൾ പറ, സാത്താൻ വിട്ടുപോവോ? പോകത്തില്ല.
മോനെ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി പോലും കിട്ടിയില്ല പോലും, നമ്മുടെ വായിന്ന് ഒരു സാത്താന് തുളയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇട്ട് കൊടുക്കരുത്. നമ്മൾ നമ്മുടെ ദൈവമായിട്ട് അറിഞ്ഞാൽ മതി കാര്യങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഒരു ദൈവാലോചന പറഞ്ഞാലും വീണ്ടും പറയും, താങ്ക് യു ഫോർ യുവർ പ്രേയിങ്, പ്ലീസ് പ്രേ ഫോർ മീ, പ്ലീസ് പ്രേ ഫോർ മീ, പ്ലീസ് പ്രേ ഫോർ മീ. വിടരുത്, നമ്മുടെ വായിന്നത് വിടരുത്. നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ പ്രാർത്ഥിച്ച് ആമേൻ പറയേണ്ടതിന് പകരം ഉടനെ തന്നെ നമ്മൾ വീണ്ടും ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വീണ്ടും ഇട്ടുകൊടുത്താൽ ആയുഷ്കാലം സാത്താൻ വിട്ടുപോകത്തില്ല. ഇന്ന് അങ്ങനെയൊക്കെ ചിന്തകൾക്കകത്തുകൂടെ ഒതുക്കുകയും വികാരങ്ങൾക്കകത്തൂടെ ഒതുക്കുകയും അടിമത്തം ചൊല്ലി വെച്ചിരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുക. ഭയം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് വിടുവിക്കപ്പെടാൻ പോവുക. പിശാച് കെട്ടിയിട്ട് നിയന്ത്രിക്കുന്ന സാത്താനിയ റൂളിങ്സിനകത്ത് കിടക്കുന്ന ചിലതിനെ സ്വർഗത്തിന്റെ ശക്തി തന്നെ ഇറങ്ങി ഇന്ന് വിടുവിക്കപ്പെടാൻ പോവാ, വിടുവിക്കാൻ പോവാ ദൈവം. പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇന്ന് ഈ വിടുതൽ സ്വീകരിക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾ എത്ര പേരുണ്ട്? സാത്താനോട് എതിർത്ത് നിൽക്കാൻ കെൽപ്പുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്നൊരു വിടുതൽ സംഭവിക്കും. എല്ലാ അധരങ്ങളും ഒന്ന് ചലിക്കട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേ. mighty name of God. ആ അത്യന്ത ശക്തി ഒന്ന് റിലീസ് ചെയ്യാനൊന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട്. കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവ്, എൻ്റെ വാക്കുകൊണ്ട് ഞാൻ കെട്ടിക്കളഞ്ഞത്, എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ കെട്ടിക്കളഞ്ഞത്, എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ വികാരങ്ങൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് കെട്ടിയത് യേശു 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 യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അഴിഞ്ഞു വരട്ടെ, അഴിഞ്ഞു വരട്ടെ, അഴിഞ്ഞു വരട്ടെ എന്നൊന്ന് പറഞ്ഞേ. ഓ, ഞാൻ കാണുന്നുണ്ട് ചില ശരീരങ്ങൾ വിടുവിക്കപ്പെടുന്നത്. കമാൺ 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 കമാൺ. ഞാൻ ഇത് കഴിഞ്ഞ് സൂമിലുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. തിരക്കുള്ളവർ ഓടിപ്പോക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ വിടുവിക്കപ്പെടാൻ ഉള്ളവർ ഇതിനകത്ത് നിന്നോളൂ. In the mighty name, in the mighty name of God. ചില ശരീരങ്ങളിൽ നിന്ന് ഇന്ന് ദുർശക്തികൾ വിട്ടുപോകാൻ പോവാ. നിന്നെ ശാരീരികമായി ഒതുക്കുന്നത്, നിന്നെ മാനസികമായി ഒതുക്കുന്നത്, ചിന്തകൾ ഇട്ടൊതുക്കുന്നത്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചു എന്ന് പറയുകയും എന്നാൽ ഒരു കരിന്തിരി പോലെ നിന്നെ കത്താൻ വിടുകയും ചെയ്യുന്ന ചില സംഭവങ്ങൾ, നിന്റെ എണ്ണയെപ്പോലും ചോർത്തിക്കളയുന്ന സംഭവങ്ങൾ. ഇന്ന് പരിശുദ്ധാത്മാവ് വിടുവിക്കാൻ പോവുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാരും പ്രാർത്ഥിച്ചേ. ഈ അത്യന്ത ശക്തി ഇന്ന് റിലീസാകും, അത്യന്ത ശക്തി ഇന്ന് റിലീസാകും. ചില കുടുംബങ്ങൾ ഇന്ന് വിടുവിക്കപ്പെടും. പ്രാർത്ഥിക്കുക. ഓ റഗദ ഷമ്മ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഈ ശക്തി അവിടെ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ശക്തി അവിടെ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് നിന്നെ വിടുവിക്കാനാ തിരിച്ചറിയണം. നിന്നോട് ദൈവാത്മാവ് സംസാരിച്ചത് വൃഥാവല്ല. നിന്റെ പണിതെടുത്തോണ്ടിരിക്കുക. ഇത്രയും സമയം പണിയുമായിരുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് കൃപയില്ല, ശക്തിയില്ല, വരയില്ല, അവരെ പോലെ ആകാൻ കഴിയുന്നില്ല, ഇവരെ പോലെ ആകാൻ കഴിയുന്നില്ല, അങ്ങനെ പറ്റുന്നില്ല, ഇങ്ങനെ പറ്റുന്നില്ല. കളയ പൈശാചിക ചിന്തകൾ കളയ. അവരെ വിളിച്ചതും ദൈവം, നിന്നെ വിളിച്ചതും ദൈവം. നിനക്ക് തന്നതിലേക്ക് നീ ഉറ്റുനോക്ക, നിനക്ക് തന്നിരിക്കുന്നതിലേക്ക് ഉറ്റുനോക്ക. നിന്റെ പാത്രത്തിൽ വിളമ്പിയതിലേക്ക് നീ ആദ്യം നോക്ക്. എല്ലാ ആത്മീയ അടിമത്തങ്ങളും പൊടിമാറട്ടെ. എല്ലാ ദുർചിന്തകളും തകരട്ടെ. എനിക്ക് അവരെ പോലാകാൻ കഴിയുന്നില്ല, എനിക്ക് ആ മോനെ പോലാകാൻ കഴിയുന്നില്ല, എനിക്ക് ആ മോളെ പോലാകാൻ കഴിയുന്നില്ല, എന്റെ മോൻ അതിനെ പോലാകാൻ കഴിയുന്നില്ല, എന്റെ മോൾക്ക് അതുപോലാകാൻ കഴിയുന്നില്ല. നിന്റെ മക്കളിലേക്ക് നീ ആദ്യം നോക്ക. അവർക്ക് ദൈവം എന്താ പകർന്നേക്കുന്നതെന്ന് നോക്ക. അവരുടെ മക്കളെ വിളിച്ച വിളിയിലേക്ക് അവർ പോട്ടെ. നിന്നെ ദൈവം നന്നായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. നിനക്ക് ദൈവം തന്നത് ഏറ്റവും നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ അത്ര ആൾക്കാർ ഇവിടെയില്ല. നിന്റെ കൂട്ടായ്മയിലേക്ക് നീ നോക്ക, അതിൽ വിശ്വസ്തത ആചരിക്കുക.
ഹല്ലേലൂയ. ദൈവം തന്നതിന് സ്തോത്രം ചെയ്യ, തന്നതിന് സ്തോത്രം ചെയ്യ, തന്നതിന് സ്തോത്രം ചെയ്യ. സാത്താന്റെ കയ്യിൽ കയറും കൊട്ടി കൊടുത്തിട്ടാ നമ്മൾ വിടുവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നത്. സാത്താന്റെ കയ്യിൽ കയർ ഫാക്ടറി കൊടുത്തിട്ടാ നമ്മൾ കയറ് വിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവന് സ്വന്തമായിട്ട് ഫാക്ടറി കൊടുത്തിട്ടാ നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കയറ് പൊട്ടിയാൽ അവൻ അടുത്തതെടുക്കും. ഇന്ന് പിടിച്ചെടുക്കുക. സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചതെല്ലാം പിടിച്ചെടുക്കണം. ഉടരബല കട്ടക. അങ്ങനെ ഒരു അത്യന്ത ശക്തിയാ കർത്താവ് ഇന്ന് നൽകുന്നേ. ഓഹോ, Holy Ghost, Holy, Holy, Holy Ghost, in the mighty name. Shaidarababa Shabdaraba. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ തൊടുന്നെങ്കിൽ നീ വിട്ടേക്ക്. കർത്താവ് നിന്നെ തൊടുന്നെങ്കിൽ നിന്നെ ശരീരം വിട്ടുകൊടുത്തേക്ക്. പിടിച്ചു വെക്കണ്ട, പിടിച്ചു വെക്കണ്ട. ചിലതൊക്കെ അങ്ങ് വിട്ടുമാറട്ടെ. റിഗമതുറ്റി കക്ഷസി. കർത്താവ്, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, 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 ഈ ജനത്തെ അവിടുന്ന് തൊടുന്നതിനായി നന്ദി, തൊടുന്നതിനായി നന്ദി, തൊടുന്നതിനായി നന്ദി. ഹോളി സ്പിരിറ്റ്, അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനം അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന സകല വ്യാപാരത്തെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബന്ധിക്കുന്നു. ഓ മൈറ്റി ഫാദർ, റോഖോമോ സഖാതയാബ ഹോറിബനമ ശിഖേലിയംദരെ ശഖാതലബ റിഖാതലസെകെ ലിബ്രസെറ്റൽ ബ്രോകോ ശതലംബ്രബോഷ്. In the name of God, Baruko Satoloboyo Rememe Setege Bahanda. യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന, ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയെ യേശുവിന്റെ കരം ഇപ്പോൾ തൊടട്ടെ. ഇപ്പോൾ ഇവരുടെ മേലുള്ള സാധാനീയമാകുന്ന അവകാശങ്ങൾ അഴിയട്ടെ. ആത്യന്ത ശക്തിയാൽ ഇവരെ ബന്ധിച്ച ബന്ധനം പൊട്ടട്ടെ. എല്ലാ സാത്താനീയ കുടിയിരിപ്പുകളും ഇപ്പോൾ തന്നെ തകരട്ടെ. പൈശാചിക വാദങ്ങൾ തകരട്ടെ. ആത്മീയമാകുന്ന മടുപ്പുകൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടിമാറട്ടെ. ദൈവിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഇപ്പോൾ അത് പ്രഖ്യാപിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ശക്തിയോടെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അസാധാരണമാകുന്ന വിടുതൽ നിങ്ങളുടെ മേൽ അയച്ചിട്ടുണ്ട്. ഈ വിടുതലിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അപ്പോൾ തന്നെ നമ്മുടെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും 2 നേരം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരെ കൂടെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വളരെ സന്തോഷകരമാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ചെയ്യാവുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളെ വാട്സാപ്പിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വോയിസ് മെസ്സേജായിട്ടോ ടെക്സ്റ്റായിട്ടോ നിങ്ങൾ അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സൗഖ്യം നൽകുന്ന കരം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങൾ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് കഴിയുന്നത് പോലെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്താട്ടെ. എസ്പെഷ്യലി നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേഴ്സണൽ പ്രെയറിലെല്ലാം ഞങ്ങളുടെ ഈ പ്രെയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവിക വിടുതലിന് വേഗത വർദ്ധിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ അറിയുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. സോ ദൈവം നിങ്ങളെ അതിനൊക്കെ നിയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കും. അടുത്ത ദിവസം നമുക്ക് തമ്മിൽ കാണാം. കർത്താവ് കൃപയിൽ അതുവരെ നമ്മെ സൂക്ഷിക്കട്ടെ.